ശ്രദ്ധിച്ചാൽ മതി. രണ്ടാമത്തെ വാക്യത്തിലേക്ക് നോക്കുക. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണത്. ദയ, കരുണ, ദീർഘക്ഷമ, മനസ്സലിവ്. അത് എന്തിനാ പറയുന്നത്? നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ പറയണം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തെ ആരാധിക്കുക, സ്തുതിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഏറ്റുപറഞ്ഞ് വർണ്ണിക്കുന്നതാണ്. നാം എന്തെല്ലാം കാര്യങ്ങളാണ് രാവിലെ മുതൽ വൈകുന്നവരെ പറയുന്നത്. എന്നാൽ നാം എന്താണ് പറയേണ്ടത് എന്ന് ദൈവവചനം പറയും. അതിലൊന്നാണ് ഇത്. അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ. സ്തോത്രം. അഹരോൻ ഗ്രഹം പറയട്ടെ. യഹോവ ഭക്തർ പറയട്ടെ. എല്ലാവരും പറയട്ടെ. അഹരോൻ ഗ്രഹം എന്ന് പറയുന്നത് ശുശ്രൂഷകരാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് സഭയാണ്. യഹോവ ഭക്തർ എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവരുമാണ്. അപ്പോൾ മനുഷ്യന് ദൈവസന്നിധിയിൽ വന്ന് പറയേണ്ട ഒരു വലിയ കാര്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അത് ഏറ്റുപറയുന്നതാണ് വാസ്തവത്തിൽ ആരാധന. അപ്പോൾ നമ്മൾ പറഞ്ഞതുകൊണ്ടാണോ ദൈവം നല്ലവനായത്? അല്ല. നമ്മൾ പറഞ്ഞതുകൊണ്ടാണോ ദൈവത്തിൻ്റെ ദയ നമ്മുടെ മേൽ ചൊരിഞ്ഞത്? അല്ല. പക്ഷെ നമ്മൾ പറയണം. ഈ ഒരു മാനസിക അവസ്ഥ, ഈ ഒരു ആത്മീക വളർച്ച നമുക്കുണ്ടാകണം. സ്തോത്രം. നമ്മൾ പറയണം. നാം പറയാതിരിക്കരുത്. അങ്ങനെ നാം പറയുമ്പോൾ ഒന്നാമത് സംഭവിക്കുന്നത്, നാം നമ്മിൽ തന്നെ ഒരു ജയം പ്രാപിക്കുക. നമ്മെ തളർത്തുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന എല്ലാ ചിന്തകളിൽ നിന്ന് നമ്മൾ പുറത്തു വരിക. നാം പറയാതിരിക്കുമ്പോൾ നാം ക്ഷീണിച്ചു പോകും, ഞരങ്ങിപ്പോകും. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യമായ ഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി എന്ന് ദാവീദ് പറയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വന്നാൽ പോരാ, പറയണം. സ്തോത്രം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. അത് നമ്മൾ പറയണം. അത് നമ്മൾ വിശുദ്ധരാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നമ്മൾ പറയുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ പൂർണ്ണമായി പെർഫെക്റ്റ് ആയിട്ട് പറയാം എന്ന് വിചാരിച്ചാൽ ഈ ഭൂമി വെച്ച് നടക്കത്തില്ല. അതുകൊണ്ട് ദൈവം നല്ലവൻ, ദൈവം വലിയവൻ, വിശ്വസ്തൻ, മതിയായവൻ. ഇത് പറയാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പറയുന്നതാണ്. ഇത് പറയാൻ കഴിയാതെ വണ്ണം
പിശാച് നമ്മുടെ നാവിനെ ബന്ധിച്ചിരിക്കുക. സ്തോത്രം. അതുകൊണ്ട് നമ്മൾ പറയണം, അവൻ്റെ ദൈവം എന്നേക്കുമുള്ളതെന്ന് ഇസ്രായേൽ പറയട്ടെ, ശുശ്രൂഷകൻ പറയട്ടെ, ദൈവഭയമുള്ള എല്ലാവരും പറയട്ടെ. ദൈവത്തെ പറ്റി നമ്മൾക്കൊന്നും അറിയില്ല, നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല. വചനത്തിൽ നിന്നാണ് നമുക്കൊരറിവ് കിട്ടുന്നത്. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-2 വാക്യം ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-2 വാക്യം ഒന്ന് ഉറക്കെ വായിക്കാമോ? കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഇപ്പം സ്വർഗത്തിന്റെ ഒരു ദർശനം ആണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഒന്നും കൂടെ വായിച്ചാൽ. ഉസിയാ രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വലിയൊരു സിംഹാസനം, അതിൽ ദൈവനമ്പുരാൻ ഇരിക്കുന്നത് യെശയ്യാവ് കാണുകയാണ്. ആ കണ്ടത് യേശുക്രിസ്തുവിനെയാണെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. അതിന്റെ അർത്ഥം അവന്റെ വസ്ത്രം തേജസ്സാണ്. മന്ദിരം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന തേജസ്സാണ്. ഇതായിരുന്നു ആദമും ഹവ്വയും ആദ്യം ഉടുത്തിരുന്നത്. അതായിരുന്നു പാപം ചെയ്തപ്പോൾ നഷ്ടപ്പെട്ടു പോയത്. അതാണ് നമുക്ക് തിരികെ പ്രാപിക്കാൻ പോകുന്നത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ലെന്ന് നാം വായിക്കും. സ്തോത്രം. അപ്പോൾ ആ സിംഹാസനം കണ്ടല്ലോ, വീണ്ടും വായിക്കാം. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. സ്വർഗീയ ജീവികളുടെ പേരാണ്. സ്രാഫന്മാർ, കെരൂബുകൾ, ദൂതന്മാർ, പല ഡിപ്പാർട്ട്മെന്റുകളാണ്. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. ഈ പ്രത്യേക വിഭാഗം ഏഞ്ചൽസിന് 6 ചിറക് വീതം ഉണ്ടായിരുന്നു. വായിക്കാം. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്ന് ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അപ്പോൾ പറയുകയാണ് അവിടെ, എന്ന് മാത്രമല്ല ആർത്തു പറഞ്ഞു, പൂർണ്ണ ശക്തിയോടെ പറഞ്ഞു, പൂർണ്ണ ഉറപ്പോടെ പറഞ്ഞു, മാക്സിമം ശബ്ദത്തിൽ പറഞ്ഞു. അടുത്ത വാചകം നോക്കി. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. നമ്മൾ അത്രയും ശക്തിയുള്ളവരല്ല, ശബ്ദത്തിന് ഭയങ്കര ശക്തിയാണ്. നമ്മൾ ഈ മഴക്കാലത്ത് ഇടി വെട്ടുമ്പോൾ നമ്മുടെ ജനൽ കിടന്ന് വിറയ്ക്കുന്നതാണ് എടുത്തത്. അത് ആ ശബ്ദത്തിന് അത്ര ഭയങ്കര എഫക്റ്റാണ്. ദൂതന്മാരില്ലെങ്കിൽ സ്രാഫന്മാർ ദൈവത്തെ പുകഴ്ത്തിയപ്പോൾ അവിടുത്തെ ബിൽഡിങ് ഷേക്കിയാകുന്നത് യെശയ്യാവ് കണ്ടെന്നാണ് പറയുന്നത്. അതെന്തിനാ യെശയ്യാവിനെ കാണിച്ചത്? ഇങ്ങനെ വേണം ദൈവത്തെ സ്തുതിക്കാൻ. അതിൽ കുറയ്ക്കുന്ന എന്തിനാ? ഈ കാലത്ത് വണ്ണം കുറയ്ക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഭക്ഷണം കുറയ്ക്കും. അപ്പോൾ ഭക്ഷണം വിളമ്പുമ്പം പറയും കുറച്ച് മതി, ചായ എടുക്കുമ്പോൾ പറയും കുറച്ച് മതി, പഞ്ചസാര എടുക്കുമ്പോൾ പറയും കുറച്ച് മതി, എല്ലാം കുറച്ച് മതി. പക്ഷെ ദൈവത്തെ ആരാധിക്കുന്നത് കുറയ്ക്കണ്ട, അതിന്റെ ശബ്ദം കുറയ്ക്കണ്ട. എന്തിനാ കുറയ്ക്കുന്നത്? എന്തിനാ കുറയ്ക്കുന്നത്? ആര് പറഞ്ഞിട്ടാ കുറയ്ക്കുന്നത്? നാളെ നമുക്ക് ഈ ശബ്ദം ഇല്ലാതെ വരാം, അല്ലേ? ഏത് മനുഷ്യരും
ഉറച്ചിരുന്നാലും ഒരു ശ്വാസം. ഞാൻ കുഞ്ഞു പ്രായത്തെങ്ങാനും വീണതേ ഉള്ളൂ, പിന്നെ വീണിട്ടില്ല. കാരണം വീഴാതെ നടക്കാനായിട്ട് ഉള്ളൊരു ശ്രദ്ധയുണ്ട് എപ്പോഴും. തെന്നിപ്പോകുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷെ ഇന്നലെ ഒരു സ്നാനം ഉണ്ടായിരുന്നു വേറൊരു സഭയിൽ. സ്നാനം കഴിഞ്ഞ് ഞാൻ മാത്രം അകത്ത് പോയി തുണി മാറിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഞാൻ വേഗം നടന്ന്, സാധാരണ നടക്കുവാൻ നടന്നു, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ആയിപ്പോയി. കാലം പറഞ്ഞ പിന്നെ മനുഷ്യനാവും. ഞാൻ എൻ്റെ മുഴുവൻ അഭ്യാസം എടുത്തിട്ട് തലയടിക്കാതെ വീഴാതെയൊക്കെ നോക്കിയപ്പെടുത്തേനും ശരീരം ആരണ്ട് കാലെ പിടിച്ചടിച്ച പോലെ ശരീരം മുഴുവൻ എഴുന്നേക്കാൻ പോലുണ്ടായില്ല. അപ്പോ നാളെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമോ തന്നെ ഉറപ്പ്. ഞാൻ എന്തുകൊണ്ടാണ് വീണേ? ഞാൻ അത്ര ശ്രദ്ധിച്ച് നടക്കുന്നയാളായിരുന്നു. ഞാൻ പിന്നെ ചോദിക്കുന്നു. ഞാൻ സ്നാനം കഴിഞ്ഞ് ഇറങ്ങിയ വേലിയാച്ചൻ ചോദിച്ചു, തെന്നിപ്പോൾ കയ്യിൽ പിടിക്കണമെന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, പിടിക്കണ്ട. അപ്പോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊണ്ടല്ലേ ഇതൊക്കെ നടക്കുന്നത്. നമ്മുടെ കഴിവുകൊണ്ടൊന്നും അല്ല, നമ്മൾ സൂക്ഷിച്ചിട്ടല്ല, നല്ല മരുന്ന് കഴിച്ചിട്ടല്ല. നമ്മൾ ഇന്നും കൂടെ നിൽക്കുന്നു, അത്രയേ ഉള്ളൂ. ഇന്നും കൂടെ ബലം തന്നു, കൈകൾ ഉയർത്തി യെശയ്യാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. നിനക്ക് സുഖമുണ്ടോ ഇല്ലയോ, നിനക്ക് പ്രയാസമുണ്ടോ ഇല്ലയോ. യെശയ്യാവിന്റെ മനസ്സിനെ ഇപ്പം അലട്ടുന്ന പ്രശ്നം ഉസിയാവിന്റെ മരണമാണ്. ഉസിയ രാജാവ് മരിച്ചതിനെ കുറിച്ചുള്ള ഭാരം മനസ്സിലുണ്ട്. പക്ഷെ ആ സമയത്ത് ദൈവം കാണിക്കുന്ന ദർശനം ഇതൊന്നും സ്വർഗത്തെ ബാധിക്കുന്നില്ല. കാരണം സ്വർഗത്തിലൊന്നും ആശ്ചര്യകരമല്ലല്ലോ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ദൈവമല്ലേ എല്ലാം നിയന്ത്രിക്കുന്നു. നമ്മളെല്ലാം പതുക്കെ അറിയത്തുള്ളൂ. ദൈവമെല്ലാം നിയന്ത്രിക്കും. ദൈവമെല്ലാം നിയന്ത്രിക്കുന്നവനാണ്. യെശയ്യാവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ദൈവത്തെ ഭയപ്പെടേണ്ടത്, ഇങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്. അവരുറക്കെ പറയുകയാണ്. അവര് പറയുന്നതല്ല നമ്മൾ പറയുന്നത്. അവര് പറയുന്നത് ദൈവം പരിശുദ്ധനാണ്. നമ്മൾ പറയുന്നത് കർത്താവ് നല്ലവനെന്നാണ്, ദയയുള്ളവനെന്നാണ്, കരുണയുള്ളവനെന്നാണ്. ദൈവത്തിൻ്റെ കരുണയും ദയയും സ്നേഹവും അനുഭവിച്ചത് മനുഷ്യരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പറയണം 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 പറയണം, പറയാതിരിക്കരുത്. അതെങ്ങനെ പറയണം? മുഴു ശക്തിയോടെ പറയണം. പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ പറയണം. ഹല്ലേലൂയ. ഇടിമുഴക്കം, തകർത്ത ഇടിമുഴക്കം പോലെ പറയണം. ഈ കോവിഡ് കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടത് ഒരുമിച്ചുള്ള ആരാധനയാണ്. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. അതാണ് പ്രധാനം. 124 സങ്കീർത്തനം 1-ാം വാക്യം നോക്കി. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, അപ്പോൾ ഇസ്രായേൽ പറയേണ്ട മറ്റൊരു കാര്യം, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. നാം യാത്ര ചെയ്തപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. നാം ജോലി ചെയ്തപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. നാം തീരുമാനങ്ങൾ എടുത്തപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. നാം വഴുതിപ്പോയപ്പോൾ, കാല് തെന്നിപ്പോയപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോയപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. ശത്രു നമ്മെ വിഴുങ്ങാൻ ഭാവിച്ചപ്പോൾ കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. പിശാച് നമുക്കെതിരെ ചതിയും തന്ത്രങ്ങളും ഒരുക്കിയപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നു. ഹല്ലേലൂയ. വേറെ ആരും നമ്മുടെ പക്ഷത്തില്ലെന്നുള്ളതാണ് മറ്റൊരു സത്യം. ആരാ നമ്മുടെ പക്ഷത്തുണ്ടെന്ന് പറയുന്നത്? ആരോ ഉള്ളത് ആരുമില്ല. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ പറയേണ്ടത് വേറൊന്നുമല്ല, എനിക്ക് പൈസ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നല്ല പറയേണ്ടത്. യഹോവ എന്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു.
യഹോവയുടെ പക്ഷത്തിലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? പ്രിയപ്പെട്ടവരെ, ഇത് മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, പറയണോന്ന്. ഇത് മനസ്സിൽ ചിന്തിച്ചാൽ പോരാ, പറയണോന്ന്. അത് പറയുന്നതാണ് ആരാധന, അത് പറയുന്നതാണ് ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും അതേ കാര്യം എബ്രായർ 13 നമുക്ക് കാണാം. എബ്രായർ 13 അതിന്റെ 5-6 വാക്യങ്ങൾ. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും. അടുത്തത് എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു ഉറക്കെ പറയണമെന്ന്, എബ്രായ ലേഖനത്തിൽ നമ്മൾ കണ്ടു ധൈര്യത്തോടെ പറയണം. എന്താണ് പറയേണ്ടത്? കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. ധൈര്യം ഇല്ലെങ്കിലോ 2-3 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ ധൈര്യം വരും. ആ വാക്യം നമ്മൾ ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. 118 സങ്കീർത്തനത്തിന്റെ 6 വാക്യമാണ് എബ്രായർ 13 ഉദ്ധരിച്ചിരിക്കുന്നത്. ആമേൻ എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. യഹോവ എന്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആരാധന കുറെ കൂടെ ആവേശമുള്ളതാകട്ടെ, കുറെ കൂടെ ആത്മാർത്ഥതയുള്ളതാകട്ടെ, കുറെ കൂടെ ശക്തിയുള്ളതാകട്ടെ. പുതിയ നിയമത്തിൽ മാത്രം ലഭിക്കുന്ന ഒരു ആനുകൂല്യം പറയാം. നാം ഇങ്ങനെ വാ തുറന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ നമ്മൾ അറിയാത്തൊരു കാര്യം അവിടെ സംഭവിക്കും. ദൈവശക്തി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരും. ശരിയാണോ? അതെ, ശരിയാണ്. നമുക്ക് നോക്കാം ദൈവവചനത്തിൽ അപ്പോസ്തല പ്രവർത്തികൾ 4-ാം അധ്യായം. വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അപ്പോൾ അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവരുറക്ക ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അവരെങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് 24-ാം വാക്യത്തിലുണ്ട്. നിലവിളിച്ചെന്നെഴുതിയിരിക്കും. നിലവിളിച്ചു. അവര് ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ മാനസിക ശക്തിക്ക് അപ്പുറം ഒരു ശക്തി, അത്യന്ത ശക്തി അവരിരുന്ന കെട്ടിടത്തിലേക്ക് ഇറങ്ങി. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ദൈവശക്തി കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ദൈവശക്തി അറിഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ശരീരത്തിൽ അത് അറിയാവുന്ന പോലെ ഇന്ന് ദൈവം ഇറങ്ങി വരും നമ്മുടെ മധ്യത്തിൽ. എനിക്ക് ആ വിശ്വാസം. ആത്മനിറവ് എന്ന വിഷയത്തെക്കുറിച്ച് വല്ല സംശയങ്ങളോ അറിവില്ലായ്മയോ ഉണ്ടെങ്കിൽ അതൊക്കെ ദൈവത്തോട് ഏറ്റുപറയണം. കർത്താവേ, ഈ അനുഭവം എനിക്ക് ഇന്ന് തരണമേ. ഈ 4:31 പഠിക്കാനായിട്ടൊന്നും ഗ്രീക്കോ ഇംഗ്ലീഷോ ഹീബ്രു ഒന്നും പഠിക്കേണ്ട. 1-2 പ്രാവശ്യം മലയാളത്തിലൊന്ന് വായിച്ചാൽ മതി. ഒന്ന് ഉറക്കെ വായിച്ചേ. മറ്റൊരാള് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ
അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. സ്തോത്രം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. Praise the Lord. അത് നിന്നു പോയിട്ടില്ല. അത് ഇന്നിവിടെ സംഭവിക്കും. തോട്ടഭാഗം ചർച്ചിനകത്ത് ഇന്ന് സംഭവിക്കും. എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, എല്ലാവരും ദൈവത്തെ സ്തുതിക്കുമ്പോൾ കെട്ടിടം കുലുങ്ങുന്നത് പോലെ ദൈവശക്തി രാവിലെ ഈ ആലയത്തിലേക്ക് ഇറങ്ങി വരും. Praise the Lord. വിശ്വസിച്ചുകൊണ്ട് കൈകൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി അറിയാൻ ആഗ്രഹമുണ്ടോ? യൗവനക്കാരെ, നിങ്ങളത് അറിയണം. പുതുതായിട്ട് വരുന്ന സഹോദരി സഹോദരന്മാരെ, നിങ്ങളത് അറിയണം. ഗോഡ്സ് പവർ, ദൈവശക്തി മനുഷ്യന്റെ ശരീരത്തിൽ വരിക എന്ന് പറഞ്ഞാൽ എന്താ? സ്തോത്രം, 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 സ്തോത്രം. ദൈവശക്തിയെ കുറിച്ച് നമ്മൾ അറിയണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബലത്തിൽ അലവത്തിൽ. ആ വാക്യം 10 പ്രാവശ്യം വായിച്ചാലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതാണ്. അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുള്ളവരെ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച്, ആ കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ച് ഉറക്ക ദൈവത്തെ സ്തുതിച്ച്. അറിയണ്ട എന്നുള്ളവരുണ്ടോ? അറിയണ്ട എന്നുള്ളവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇത് സംബന്ധിച്ചുള്ള നെഗറ്റീവായ വാർത്തകളെല്ലാം മനസ്സിൽ നിന്ന് കളാം. ഇത് സംബന്ധിച്ചുള്ള തെറ്റായ ധാരണകളെല്ലാം മനസ്സിൽ നിന്ന് കളയൂ. പെന്തക്കോസ്ത് സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവശക്തി അനുഭവിക്കുന്ന സഭയാണ്. നമ്മൾ 2 പവർ അറിയണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരു പവർ അല്ല, 2 പവർ. അത് മർക്കോസിലാണ് കിടക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷത്തിൽ നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും, അത് 12:24 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായതുകൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത്. തിരുവെഴുത്ത് ശക്തിയാണ്. വചനത്തിന് ശക്തിയുണ്ട്. ഉണ്ടോ? ജീവനും ചൈതന്യവുമുള്ള ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ് വചനം. അപ്പൊ വചനത്തിന്റെ ശക്തി അറിയാവുന്ന ഒത്തിരി പേര് ലോകത്തിലുണ്ട്. എന്നാൽ ആ കൂട്ടത്തിൽ ദൈവശക്തി കൂടി അറിയുന്നവരുടെ പേരാണ് പെന്തക്കോസ്തുകാര്. ആ ശക്തിയാണ് അവർ പ്രാർത്ഥിച്ചപ്പോൾ ആ മുറിയിൽ ഇറങ്ങി വന്നത്. ആ ശക്തിയാണ് നമ്മൾ അറിയണമെന്ന് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉറങ്ങിപ്പോകരുത്. കർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കണം, കർത്താവേ ആ ശക്തി എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം, ആ ശക്തി എനിക്ക് വേണം, എന്റെ മേൽ ഇന്ന് പകലത് ഇറങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആ ശക്തി എനിക്കൊന്ന് രുചിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണമേ. ആ ശക്തി എനിക്കൊന്ന് അനുഭവിക്കാൻ എന്നെ ഒന്ന് സഹായിക്കണേ. പ്രാർത്ഥിച്ചോ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ശക്തി പ്രവർത്തിക്കുന്ന വിധങ്ങൾ ചിലത് നമുക്കൊന്ന് ധ്യാനിക്കാം. മർക്കോസ് 5:25 മുതൽ ഉറക്കെ വായിക്കണം.
വേശ്യയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ട് അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുരുഷാരത്തിൽ കൂടെ പുറകിൽ വന്ന് അവന്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു. ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. ഉടനെ യേശു തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളത്തിൽ അറിഞ്ഞിട്ട് യേശുവിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി അത് വിശ്വാസത്തോടുകൂടെ സ്പർശിക്കുന്നവരുടെ മേലാണ് വ്യാപരിക്കുന്നത്. അത് വ്യാപരിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. അത് വ്യാപരിച്ചാൽ വിടുതലുകൾ നടക്കും. അത് ഇന്നിവിടെ സംഭവിക്കില്ലെന്ന് ആര് പറഞ്ഞു? അത് ഇന്നിവിടെ സംഭവിക്കില്ലെന്ന് ആര് പറഞ്ഞു? ഇന്നത്തെ സഭായോഗത്തിൽ അത് സംഭവിക്കണം. ഈ ഹോളിൽ വന്ന മുഴുവൻ കുഞ്ഞുങ്ങളുടെ മേലും, യൗവനക്കാരുടെ മേലും, സ്ത്രീകളുടെ മേലും, പുരുഷന്മാരുടെ മേലും ആ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. വാ തുറന്ന ദൈവത്തെ സ്തുതിച്ച്, വാ തുറന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, 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 hallelujah. ദൈവശക്തി വ്യാപരിക്കുന്ന സ്ഥലങ്ങൾ, ദൈവശക്തി വ്യാപരിച്ച സംഭവങ്ങളൊക്കെ വചനത്തിലൂടെ ഒന്നോടെ നോക്കാം. ഒന്നും പുതിയതല്ല, എല്ലാം പഴയതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 16 16:25. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, ദൈവത്തെ പാടി സ്തുതിച്ചു. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം ആളുകൾ. ഹല്ലേലൂയ. 2000 വർഷം മുമ്പ് നടന്ന ഒരു സംഭവമാണിത്. പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച ആളുകൾ. അന്ന് അവർ ജയിലിലായിരുന്നു. ഇന്ന് നമ്മളും ജയിലില്ല. 1 കൊല്ലമായിട്ട് ജയിലില്ല. ചങ്ങല കൊണ്ടല്ല കൂട്ടിയിരിക്കുന്നത്, കോവിഡ് കൊണ്ട് കൂട്ടിയിരിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോയി. ആരാധനയുടെ കയ്യും കാലും ബന്ധിച്ചിരിക്കുകയാണ് അവരുടെ. നമ്മുടെ വായ മാസ്ക് ഇട്ട് കെട്ടിയിരിക്കുകയാണ്. എല്ലാ പ്രോട്ടോകോളോടെ ഇരിക്കട്ടെ. ദൈവശക്തി ഇന്ന് ഇവിടെ ഇറങ്ങി വന്നാലോ? ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ അറിയത്തക്കവണ്ണം ദൈവശക്തി ഇന്ന് ഈ ആലയത്തിൽ വ്യാപരിക്കും. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. കണ്ണുകൾ അടച്ചു ദൈവത്തെ സ്തുതിച്ചോ. അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് ദൈവശക്തി അവിടെ വ്യാപരിച്ചു. ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവിടെ കിടന്ന അയൽവക്കത്ത് കിടന്നവരുടെ ഈ ചങ്ങല അഴിഞ്ഞു വീണു. ഇന്ന് പകലിലൊരു യഥാർത്ഥ ആരാധന ഇവിടെ വെളിപ്പെട്ടാൽ, യഥാർത്ഥ ദൈവശക്തി ഇവിടെ വെളിപ്പെട്ടാൽ, അത് ഈ രാജ്യത്തിൽ തന്നെ, ഈ ദേശത്ത് തന്നെ ഒരു വിടുതലായി ഭവിക്കട്ടെ. ഈ കോവിഡ് എന്ന മഹാവ്യാധിയുടെ കെട്ടുകൾ പൊട്ടുന്ന പകലായി ഇന്ന് പകൽ തീരട്ടെ. Hallelujah, hallelujah.
ദൈവശക്തി മാറണമേ, ദൈവശക്തി മാറണമേ. പുറകിലത്തെ അറ്റം മുതൽ മുമ്പിലത്തെ അറ്റം വരെ കുഞ്ഞുങ്ങളുടെ മേൽ, യൗവനക്കാരുടെ മേൽ, സ്ത്രീകളുടെ മേൽ, പുരുഷന്മാരുടെ മേൽ ദൈവത്തിലെ ശക്തി. ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട്. ബൈബിള് മടി വെച്ചോണ്ട് ഇരുന്ന് അങ്ങനെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരു സ്വാതന്ത്ര്യക്കുറവുണ്ട്. ബൈബിൾ കസേരകളിൽ വെച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാം. കരങ്ങൾ അടിക്കണമെങ്കിൽ കരങ്ങൾ അടിക്കാം, കരങ്ങൾ ഉയർത്തണമെങ്കിൽ കരങ്ങൾ ഉയർത്താം. അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവൻ നല്ലവനെന്ന് പറയട്ടെ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയട്ടെ. അവൻ വലിയവനെന്ന് പറയട്ടെ, അവൻ വിശ്വസ്തനെന്ന് പറയട്ടെ, അവൻ മതിയായവനെന്ന് പറയട്ടെ. നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നീ അറിയാത്തൊരു ശക്തി നിന്റെ മേൽ ഇന്ന പകലിൽ ഇറങ്ങി വരും. ദൈവശക്തി. ഹല്ലേലൂയ. പൂർണ്ണശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്തുതിക്കാം, കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്നാദ്യമായിട്ട് വന്നയാളെയും ദൈവശക്തി സ്പർശിക്കും. ചില രോഗസൗഖ്യങ്ങളിൽ ഇതിനകത്ത് നടക്കും. ചങ്ങലകൾ പൊട്ടുന്നത് പോലെ ചിലത് ഈ പകലിൽ പൊട്ടുന്നു യേശുവിന്റെ നാമത്തിൽ. ഒരു പക്ഷേ അന്യഭാഷകൾ നിങ്ങളുടെ നാവിന്മേൽ ഇപ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്നു. നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത ഭാഷ, ഇന്നുവരെ പറഞ്ഞിട്ടില്ലാത്ത ഭാഷ ധൈര്യത്തോടെ പറയുക. ഈ ജനത്തെ നിറയ്ക്കണമേ പൂർണ്ണ ശക്തിയോടെ.
കർത്താവേ, ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇത് ഒരു ചെറിയ കൂട്ടം ആളുകളുടെ കുത്തകയല്ല. ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടി വെച്ചിട്ടുള്ളതല്ല. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. ഒന്നേറ്റ് പറയണം. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളിൽ എന്റെ ആത്മാവിനെ പകരും. ഇത് എനിക്ക് വേണം കർത്താവേ. ഇനി സഭയിലുള്ള എല്ലാവരും ഇന്നത്തെ ആരാധന അങ്ങനെ മാറട്ടെ, അങ്ങനെയായി മാറട്ടെ. ഒട്ടുള്ളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നദിയൊഴുക. ഒട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവ നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നു തുറക്കണതാ. നീന്തല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയെന്നു തുറക്കണതാ. ഓ ക്രിസ്തുനാമി Oh
Hallelujah.
സ്വർഗത്തിലെ മാലാഹമാരുടെ ശക്തി ഭയങ്കരമാണ്. ആ മാലാഹമാർ സ്തുതിച്ചപ്പോൾ ആലയം കുലുങ്ങി. എന്നാൽ നമ്മളൊക്കൊന്നും ആ ശക്തിയില്ല. നാം സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മധ്യത്തിലേക്ക് വന്ന് നമ്മെയും ചലിപ്പിക്കുമാറാകട്ടെ. ഇത് നമ്മുടെ പ്രാർത്ഥനയായിരിക്കട്ടെ. ഇന്നിവിടെ വെച്ച് നിർത്തരുത്. വീട്ടിൽ ചെന്നും അത് പ്രാർത്ഥിക്കണം, വൈകിട്ടും അത് പ്രാർത്ഥിക്കണം, കിടക്കുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് വീണ്ടും പ്രാർത്ഥിക്കണം. പിതാവേ, ആ ശക്തി എനിക്ക് തരണം, ആ അത്യന്ത ശക്തി എനിക്ക് തരണം. നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും അളക്കരുതേ. ദൈവശക്തിയെ സംശയിക്കരുത്. പലരിലും പല വിധത്തിലാണ് ദൈവം നാം പ്രവർത്തിക്കുന്നത്. അശുദ്ധാത്മാവിന്റെ മുഴുവൻ വ്യാപാരങ്ങളും വിട്ടുപോകട്ടെ. ദൈവജനം ആത്മാവിൽ ഇന്ന് പകലിൽ സ്വതന്ത്രമാകട്ടെ. എല്ലാ സംശയങ്ങളും മുൻവിധികളും മാറട്ടെ.
നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഭാഷകളിൽ സംസാരിക്കാനുള്ള വരം നിന്റെ ജനത്തിന് നൽകണമേ. ഒരാളല്ല, എല്ലാവരും ആത്മാവിൽ നിറയാൻ പ്രാർത്ഥിക്കുന്നു. അല്പനേരം കൂടെ കൈകൾ ഉയർത്തിപ്പിടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താണ്. നിർത്താതെ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പൽ വിദ്യാർത്ഥികളെ സഭാചരിത്രം പഠിപ്പിക്കാൻ വേണ്ടി ഒരു ടൂർ കൊണ്ടുപോയി. വിവിധ ലാബുകളിൽ പോയി സയൻസും ഫിസിക്സും പഠിപ്പിക്കുന്നത് പോലെ ആ കാലത്തെ ബൈബിൾ കോളേജുകാര് യഥാർത്ഥ ആത്മീയ ഉണർവുകൾ നടക്കുന്ന സ്ഥലങ്ങൾ കൊണ്ടു നടന്ന് പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഒരു കൂട്ടം സ്റ്റുഡൻസുമായിട്ട് ഇംഗ്ലണ്ടിൽ ഒരു മിഷണറിയുടെ ഭവനം സന്ദർശിക്കുവാൻ പോയി. അദ്ദേഹത്തിന്റെ വലിയ പ്രയർ ഹോള്, വലിയ ഹോള്, ആരാധനാ സ്ഥലം, പള്ളി, ജോൺ വെസ്ലിയുടെ പള്ളിയാണ് പോയി കണ്ടത്. ഒരു വലിയ ഉണർവ് കൊണ്ടുവന്ന മനുഷ്യനാണ് ജോൺ വെസ്ലി. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വീകരണമുറി, പഠനമുറി ഒക്കെ കൊണ്ടു നടന്ന് കാണിച്ചു. പുസ്തക ശേഖരങ്ങൾ കാണിച്ചു. ഒത്തിരി പുസ്തകം എഴുതിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ വലിയ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. ബെഡ്റൂമിൽ ചെന്നപ്പോൾ ഒരു പഴയ കാർപ്പറ്റ്, അദ്ദേഹം കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് ഒരു പഴയ കാർപ്പറ്റ്, അത് അവര് സംരക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടുകാർക്ക് അങ്ങനെ ഒരു ഗുണം, മ്യൂസിയമായിട്ട് നിർത്തിയിരിക്കും. ആ കാർപ്പറ്റിൽ ജോൺ വെസ്ലി മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച ആ മുട്ടിന്റെ 2 സ്ഥലം തുളഞ്ഞിരിക്കുന്നു. ആ കാർപ്പറ്റ് കീറിയിരിക്കും, തേഞ്ഞു പോയിരിക്കും. വിദ്യാർത്ഥികൾ സാറിനോട് ചോദിച്ചു, പ്രിൻസിപ്പളിനോട് ചോദിച്ചു, സാറേ ഇതെന്താണ്? ഇതാണ് ഉണർവിന്റെ ആരംഭം. ജോൺ വെസ്ലി മണിക്കൂറുകൾ മുട്ടേ നിന്നതാണ്. എല്ലാവരും കണ്ടു കഴിഞ്ഞു, പോകാം, വിസിലടിച്ചു. കുട്ടികളെല്ലാവരും ഇറങ്ങിപ്പോയി. ബസ്സിൽ ചെന്ന് കയറിയപ്പോൾ ഒരാളുടെ നമ്പർ കുറവുണ്ട്. ഒരു കുട്ടി വന്നിട്ടില്ല. പ്രിൻസിപ്പൽ ഇറങ്ങിച്ചെന്നു. ലൈബ്രറിയിൽ വല്ല പുസ്തകം നോക്കി നിൽക്കുകയാണോ നോക്കി അവിടെ